കേട്ടില്ല. ഈ മൈക്കിന്റെ ആണോ? ഹലോ ഹലോ ചെക്ക് ചെക്ക് ചെക്ക്. ഹലോ ഹലോ ചേട്ടാ, ഈ ഒരു പ്ലോട്ട് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നില്ല. ഒരു സിനിമയ്ക്കകത്ത് നടക്കുന്ന സ്ട്രഗിൾ, സിനിമ മോഹിച്ച് അതിനുവേണ്ടി പോകുന്ന സഹോദര പ്രശ്നങ്ങൾ, പിന്നീട് ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആകുന്ന ഈ ഒരു പ്ലോട്ട് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന പ്ലോട്ടല്ല. എന്തുകൊണ്ടാണ് നാച്ചുറാണ് എന്ന് സംഭവം? അത് നിങ്ങൾ വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ സബ്ജക്ട് കേൾക്കുമ്പോൾ ഒരു കമ്മിറ്റി ആണെന്ന് തോന്നിയാണ്. വ്യത്യസ്തമാവുന്നത് എങ്ങനെയാണ്? എനിക്ക് എന്നോട് പറയുന്ന നാച്ചുറാണി ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു സിനിമയെ സമീപിക്കുമ്പോൾ അതിൽ പൂർണ്ണമായും അതിൻ്റെ തിരക്കഥയിൽ ഞാൻ മുഴുകി കേട്ട് ജഡ്ജ് ചെയ്യാനിരിക്കാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ക്യാരക്ടർ സിനിമയുടെ ആകത്തുകയിലെ കഥ, അതാണ് ഞാൻ ഭാഗമാകുന്ന സിനിമയുടെ ഭൂരിപക്ഷം എന്നെ കൊണ്ടുള്ള അവരുടെ ആവശ്യം. നാച്ചുറാണിയുടെ കഥ കേട്ടപ്പോൾ ഇപ്പോൾ മേന പറഞ്ഞ പോലെ ഒരു സിനിമ ഫാനായി, ഒരു മമ്മൂക്ക ഫാനായ ഒരു ക്യാരക്ടർ, ആ ടൈറ്റിൽ റോൾ നാൻസിയാണ് അഹാനപ്രിയ. ആ കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വളരെ നിർഭാഗ്യകരമായ കാര്യങ്ങൾ, സന്തോഷകരമായ കാര്യങ്ങൾ, ഇതിൻ്റെ എല്ലാം ഒരു ട്രാവൽ ജേർണി ഓഫ് നാൻസിയാണ് ഈ കഥ പറയാം. ആ നാൻസിയുടെ ജീവിതത്തിലോട്ട് വന്നു പോകുന്ന കഥാപാത്രങ്ങളാണ്. എനിക്ക് തോന്നുന്നു അത്രയേറെ ഒരു സ്റ്റെല്ലാർ കാസ്റ്റ് ഉണ്ട്. വന്നിരുന്നു കഴിഞ്ഞാൽ സ്റ്റേജിൽ നമുക്ക് ഇരുത്താൻ കസേരകൾ തികയില്ല. അത്രയും 32-3 വെരി നമുക്കൊക്കെ എത്ര 36. അതായത് ഞാൻ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഷൂട്ട് മാറി മാറിയൊക്കെ ആയിരുന്നു. പക്ഷെ കോവിഡ് ടൈമാണല്ലോ, അപ്പോൾ വളരെ ഡിഫിക്കൽട്ടായിരുന്നു എൻ്റെ ഷൂട്ട് ഔട്ട് എടുത്തത്. ഒരു ദിവസം ശ്രീനി സാറിനെ കാണും, ചില ദിവസം ലാൽ സാറിനെ കാണും, അർജുനെ കാണും, സണ്ണിയെ കാണും, അതെടുപ്പം ധ്രുവനെ കാണുന്നു. സോ നമുക്കപ്പം ഞാൻ ഇവൻ ഇവിടെ നിന്ന് ഇവരൊക്കെ ഈ കൊണ്ടിരുന്ന കാര്യം ചെറിയ എളുപ്പമുള്ള കാര്യമില്ല. അത് വലിയൊരു അച്ചീവ്മെൻ്റ്. ഒരു ബിഗിനിങ് ഡയറക്ടറെ സംബന്ധിച്ചോളം അയാൾ ആ സബ്ജക്റ്റിൽ എന്തോ ഒരു താല്പര്യം, അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൽ ഒരു മെറിറ്റ്. രണ്ടാം സമയത്ത് ജോലി തന്നു, ഞങ്ങൾക്ക് ജോലി തന്നു. അത് എല്ലാം ഇമോഷണലിയും അല്ലെങ്കിൽ പ്രൊഫഷണലിയും നമ്മളെ കണക്ട് ചെയ്ത കാര്യം. നാൻസിയുടെ ലൈഫിലെ ജേർണി, അതിലെ ക്യാരക്ടേഴ്സ് ആണ് ബേസിക്കലി. എന്ത് സംഭവിക്കുന്നു എന്നൊക്കെ നമുക്ക് സർവ്വ കാണാം. അതുപോലെ 2020 ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഏകദേശം 5 വർഷം കഴിഞ്ഞു. അപ്പോൾ സിനിമ ഇറങ്ങുന്നത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇത്രയും ടൈം പീരീഡിന് ശേഷം ഇറങ്ങുമ്പോൾ അതിനെന്തെങ്കിലും ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ ചിന്തകൾ മാറും, കാഴ്ചപ്പാടുകൾ മാറും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ സിനിമ തിയേറ്ററിൽ എത്ര നിലനിൽക്കും എന്ന് വിശ്വാസമുണ്ടോ? കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആയിട്ടുള്ള അദ്ദേഹം ചേട്ടൻ തന്നെ അതിനെ കുറിച്ച് ഉത്തരം പറയുന്നത്. ബിക്കോസ് അദ്ദേഹമാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. റീസെന്റ് ആയിട്ട് വന്ന മന്ദഗതി രാജ്യം ഏകദേശം 18 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് സിനിമ റിലീസ്. ഒരു വൻ വിജയമാണ്. പിന്നെ സിനിമയെ സംബന്ധിച്ചിട്ട് സിനിമകളെപ്പോഴും എന്താ പറയുക, കാലത്ത് അതിജീവിക്കുന്ന തന്നെയാണ് സിനിമ. ഇപ്പോൾ പഴയ സിനിമകൾ നമ്മൾ കാണാറുണ്ട്. നല്ലൊരു സിനിമയാണ് കണ്ടപ്പോൾ അത് പുറത്തിറങ്ങേണ്ട ആവശ്യമാണെന്ന് തോന്നി. ഇത്ര ആർട്ടിസ്റ്റുകളുള്ളൂ ഇതിനൊരു സിനിമ ഉണ്ടാക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അതെങ്ങനെ പുറത്തിറക്കാമെന്നുള്ളത് കാത്തിരിക്കാനായിട്ട് പോയ ഇറങ്ങി തിരിച്ചു. അത് വിജയമാണോ പരാജയമാണോ നമ്മൾ പ്രേക്ഷകർ തീരുമാനിക്കണം. നമുക്ക് അതിനെ തുറന്നു വിടുക എന്നുള്ളത്. ഈ സിനിമയിലെ കഥാപാത്രം അങ്ങനത്തെ കഥാപാത്രം നമ്മൾ നോർമലി കാണുമ്പോൾ ഒന്നെങ്കിൽ ഒരു അയ്യമായിരിക്കും, അല്ലെങ്കിൽ പോലീസുകാരനായിരിക്കും, അല്ലെങ്കിൽ കളക്ടറായിരിക്കും. ഈ സിനിമയിലെ കഥാപാത്രം എങ്ങനെയാണ്? ഭാഗ്യത്തിന് ഇതിലൊരു കോളേജ് പ്രൊഫസറാണ്. സ്റ്റുഡന്റ് ആവുമെന്ന് പറയാൻ വേണ്ടി 5 വർഷം മുമ്പല്ലേ പറയാൻ പറ്റില്ല സ്റ്റുഡന്റ് ആയിട്ട് അഭിനയിക്കുകയാണ്. സ്റ്റുഡന്റ് ആക്കിയില്ല. ഈ അഹാനയുടെ ക്യാരക്ടർ പഠിക്കുന്ന കോളേജിലെ ഒരു നല്ലൊരു ലെക്ചറാണ്. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചതിന്റെ കൂട്ടത്തിൽ പറയണത്, അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു 4 ദിവസത്തെ ഷൂട്ടാണ് ഉണ്ടായിരുന്നത്. എനിക്ക് ഈ മനു എന്ന് പറയുന്ന ഡയറക്ടറെ പറ്റിയിട്ട് ഓർമ്മ വരുന്നത്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഷോട്ട് അഭിനയിച്ച് കഴിയുമ്പോൾ ഒരു സംവിധായകൻ കൈയിടിക്കുന്നത്. ഓരോ ഷോട്ട് കഴിയുമ്പോഴും അദ്ദേഹം കൈയിടിക്കും. അപ്പോൾ അദ്ദേഹം കൈയിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഡയറക്ടറാണ്
ഓൾ ക്രൂ ക്ലബ് വരാം. അത് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പെർഫോമറെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എൻകറേജ്മെന്റ് ആണ്. അപ്പൊ ഞാൻ മനുവിനോട് ചോദിച്ചു, ഇത് കളിയാക്കാനാണോ അതോ അത്രയൊക്കെ ഉണ്ടോ? മനു പറഞ്ഞില്ല, അത്രയൊക്കെ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു പ്രോത്സാഹനമല്ലേ. അതൊരു മനുവിനെ പറ്റി ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അത്രയും ആർട്ടിസ്റ്റുകളെ കംഫർട്ടബിൾ ആക്കുന്ന, കൃത്യമായി സ്റ്റോറി നരേറ്റ് ചെയ്യുന്ന ഒരു നല്ല പ്രതിഭയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആർട്ടിസ്റ്റുകൾ അദ്ദേഹത്തിന്റെ സിനിമയോട് സഹകരിച്ചത്. അത് അദ്ദേഹത്തിന്റെ മാത്രം ഒരു ക്വാളിറ്റിയാണ്. ഇപ്പോൾ ആള് നമ്മളൊപ്പം ഇല്ലാത്തത് കൊണ്ട് പറയുന്നില്ല, നല്ലൊരു വലിയ നിലയിലേക്ക് ഒരുപാട് സിനിമകൾ മലയാളത്തിൽ സംഭാവന ചെയ്യാൻ കഴിവുള്ള ഒരാളായിരുന്നു.